ക്ക് വേണ്ടി ജിന്ദാബാദ് വിളിച്ച പല മുസ്ലിം ചെറുപ്പക്കാർക്കും ഒരു ദിവസം ജീവിക്കാനെങ്കിൽ അതായിരുന്നു സിപിഎമ്മും അവരുടെ പോലീസും ഇവിടെ കാണിച്ചത്. മഅദനിയുടെ പേര് പറഞ്ഞു മുസ്ലിം റിവ്യൂ നിരോധിച്ച് അതിന്റെ ഒന്ന് വിശദാംശം ഒരു ഭൂപടത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം റിവ്യൂ നിരോധിച്ചു എന്നതറിയാതെ അത് വിറ്റതിന്റെ പേരിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന തെക്കൻ കേരളത്തിലെ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അന്നത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ മേക്കാൽഡി ഹസൻ മൗലവി 28 ദിവസം പരിശുദ്ധമായ റമളാനിൽ കാരാഗ്രഹത്തിലിട്ട് പീഡിപ്പിച്ചു നായനാരുടെ പോലീസ്. തുടർന്ന് മുസ്ലിം വേട്ട. എന്തായിരുന്നു കേരളത്തിൽ? മഅദനി എന്ന് മിണ്ടാൻ പൂന്തുറ സിറാജ് ഉൾപ്പെടെയുള്ളവർ ഭയപ്പെട്ടിരുന്നു. മഅദനി എന്ന് പറയാൻ അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒന്നിരായി നേതാക്കന്മാരെ സാക്ഷി നിർത്തിയ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഅദനിക്ക് വേണ്ടി മഅദനി അറസ്റ്റ് ചെയ്തത് 98 മാർച്ച് 31 തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസം 10 കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സർവ്വ ചുവരുകളിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അഡ്രസ് എഴുതി, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അഡ്രസ് എഴുതി ഒരു പോസ്റ്റർ പതിച്ചിരുന്നു. മഅദനിക്കൊരു നീതി, താക്കറേക്ക് മറ്റൊരു നീതി. മഹാരാഷ്ട്രയിൽ നരനായാട്ട് നടത്തിയ മുസ്ലിം കെല്ലികൾ കയറി ചെന്ന് നൂറുകണക്കിന് മുസ്ലിങ്ങളെ 92 ഡിസംബറിലും 93 ജനുവരിയിലും കൊന്നൊടുക്കിയ താക്കറെ എന്ന ഹിന്ദുത്വ ഹിംസാത്മകവാദിയുടെ ഗുണ്ടാ പ്രവർത്തനത്തിനെതിരെ കയ്യനക്കാൻ ആർജവം കാണിക്കാത്ത ഭരണകൂടം മഅദനി എന്ന മുസ്ലിം പണ്ഡിതനെ തുറുങ്കിലടച്ചത് പക്ഷപാതപരമാണ്. അതുകൊണ്ട് മഅദനിക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും കൊല്ലം ജില്ലയുടെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും നായനാരുടെ പോലീസ് തങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതിന് പറഞ്ഞ ന്യായം മത തീവ്രവാദിക്ക് വേണ്ടി തീവ്രവാദികൾ രംഗത്തെന്ന് പറഞ്ഞ് കേസെടുത്തു. ആ കേസ് നടത്തിയൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. മഅദനിക്ക് വേണ്ടി മഅദനിയുടെ കൂടി താല്പര്യപ്രകാരം അന്ന് സർവ്വ മലയാള പത്രങ്ങളിലും അബ്ദുൽ നാസർ മഅദനിയുടെ ഒരു അഭ്യർത്ഥന വന്നിരുന്നു. എന്തായിരുന്നു? NDFന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ രൂപം കൊടുത്ത മഅദനി നിയമസഹായ വേദിക്ക് സംഭാവന കൊടുത്ത് സഹായിക്കണമെന്ന് സമിതിക്ക്, നിയമസഹായ സമിതിക്ക്. ഞാൻ പറയുന്ന ഒരു വേദിയിലിരിക്കുന്ന അഡ്വക്കേറ്റ് KP മുഹമ്മദ് ഷരീഫ് സാഹിബ് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ, ബഹുവന്ദനായി അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് രൂപം നൽകിയ നിയമസഹായ സമിതിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥന കൊടുത്ത അബ്ദുൽ നാസർ മഅദനി അന്ന് മഅദനിക്ക് വേണ്ടി പിരിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർ പള്ളികളുടെ മുന്നിൽ ഈ സമുദായ പക്കറ്റുമായി യാചിക്കുമ്പോൾ ഇന്ന് മഅദനിക്ക് വേണ്ടി വേദിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന മഅദനിക്ക് വേണ്ടി DYFIയുടെ സെക്യൂരിറ്റി സംവിധാനം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന CPMനോട് അനുഭാവം പുലർത്തുന്നവർ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിരുന്നു. നിങ്ങൾ അറിയണം എന്തിനു വേണ്ടി? മഅദനിക്ക് വേണ്ടി. ഒരു മനുഷ്യാവകാശ പരിഗണന വെച്ച് മാത്രമല്ല, കീഴാള വർഗത്തിന്റെ ന്യൂനപക്ഷ സമുദായത്തിനെതിരുള്ള വേട്ടകളുടെ മുന്നിൽ ജാഗ്രതയോടെ പെരുമാറുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഇടപെടലിന്റെ മുന്നിൽ ഈ മനുഷ്യത്വരഹിതമായ സമീപനമായിരുന്നു ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ചില മതസംഘടന ഉൾപ്പെടെ നടത്തിയിരുന്നത്. മഅദനി ജയിലായതിനു ശേഷം ആദ്യമായി സന്ദർശിച്ച സംഘങ്ങളിൽ ഒരാളാണ് ഞാനും, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ. അന്ന് ജയിലിൽ മഅദനിയെ കാണാൻ ചെന്നപ്പോൾ മഅദനി പുറത്തു വന്നതുകൊണ്ട് എനിക്ക് തുറന്നു പറയാൻ കഴിയും. ജിബ്രീല് പ്രവാചകന്റെ മുന്നിൽ ഇരുന്നത് പോലെ എന്ന് ഞാൻ പറയുന്നില്ല. 2 കാലിലും അദ്ദേഹത്തിന്റെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അഷ്റഫ് മൗലവി, നിങ്ങൾ കേരളത്തിൽ ചെന്നിട്ട് പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് എന്റെ മോചനത്തിന് വേണ്ടി സമരം നടത്തണം. അത് നടത്താൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കല്ലാതെ ആർജവമില്ല എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ ഉലമാക്കൾ സംഘടിച്ചുകൊണ്ട് രാജ്ഭവൻ മാർച്ച് നടത്തി. അന്ന് കേരളം ഭരിച്ച നായനാരുടെ സർക്കാർ പറഞ്ഞു, അനുവദിക്കില്ല, മഅദനിക്ക് വേണ്ടി ഒരു സമരസന്നാഹം ഒരുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ നിർഭയത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഇവിടെയുള്ള IPSകാർക്ക് ഞങ്ങളുടെ സമരസന്നാഹത്തെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ഞങ്ങൾ രാജ്ഭവൻ മാർച്ച് നടത്തി. മഅദനി എഡിറ്റ്
എഡിറ്ററായിട്ടുള്ള മുസ്ലിം റിവ്യൂ നിരോധിക്കുന്നതിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായ ഞാൻ പ്രസംഗിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ അർത്ഥത്തിൽ ഇടപെട്ടു. മഅദനി എല്ലാവരും വേട്ടയാടിയപ്പോൾ, CPM വേട്ടയാടിയപ്പോൾ ദേശാഭിമാനി അൻവാർശ്ശേരി എന്ന മഅദനി ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം കണ്ടെടുത്ത ഗർഭനിരോധന ഉറകളെ കുറിച്ച് 5 ലക്ഷം അര പേജ് വീതം എഴുതിയപ്പോൾ, അങ്ങനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, നായനാരുടെ പോലീസ് വേട്ടയാടൽ തുടർന്നപ്പോൾ അവിടെയെല്ലാം ഇടപെട്ട, വീണ്ടും പറയുന്നു, മഅദനി അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ആദ്യകാലങ്ങളിൽ സമരരംഗത്തിടപെട്ട ഒരു പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില ഇടപെടലുകൾ അത് എന്താ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രഭാഷണത്തിന്റെ പേരിൽ ഹംദും സലാത്തും ഒഴിവാക്കിയില്ലെങ്കിൽ അത് തീവ്രവാദമായി പോകുമെന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇനി നാം എന്ത് പറയാനാണ്? അബൂ സാഹിബ് പറഞ്ഞോലെ, ദൈവമേ നീ ക്ഷമിച്ചാൽ. അപ്പൊ അതുകൊണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഒരുപാട് വേട്ടയാടി. അന്ന് ഇവിടുത്തെ നായനാർ ഭരണകൂടം CPM എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറയുന്ന പ്രദേശത്ത് PDP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ സമര സന്നദ്ധതയുള്ള ഒരു വലിയ കൂട്ടം മഅദനിക്ക് വേണ്ടി സമരം നടത്തിയപ്പോൾ ബിൽഡിങ്ങുകളുടെ മുകളിൽ കൽച്ചീലുകളുമായി പതിയിരുന്ന CPM-ന്റെ ഗുണ്ടകൾ അതിനെതിരെ ആക്രമണം നടത്തി 40ഓളം വാഹനങ്ങൾ ഈ സമുദായത്തിന്റെ സമ്പത്ത് CPM-ന്റെ പ്രവർത്തകർ എറിഞ്ഞു തകർത്തു. ഇന്നും അതിന്റെ പേരിൽ നിരപരാധികൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര് കേസ് നടത്തി